നമസ്കാരം. ഇത്രയും നാൾ പ്രചരിച്ചിരുന്ന സകല ഊഹാപോഹങ്ങൾക്കും രാഷ്ട്രീയ പ്രതിരോധങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും കരിമണൽ കമ്പനിയായ CMRL തമ്മിൽ നടത്തിയ കോടികളുടെ സാമ്പത്തിക ഇടപാടിൽ ഇന്നുവരെ കെട്ടിപ്പൊക്കിയ സകല ന്യായീകരണങ്ങളും തകർത്തെറിയുന്ന മൊഴിയാണ് CMRL MD ശശിധരൻ കർത്ത ഇഡിക്ക് നൽകിയിരിക്കുന്നത്. വീണ വിജയന്റെ കമ്പനി CMRLന് യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ല. പിണറായി വിജയനോടുള്ള രാഷ്ട്രീയ അടുപ്പവും ബന്ധവും കാരണം മാത്രമാണ് ആ പണം വീണയ്ക്ക് നൽകിയതെന്ന് CMRL MD ശശിധരൻ കർത്ത ഇഡിക്ക് മുന്നിൽ തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഈ മൊഴി പുറത്തു വന്നതോടെ പിണറായി വിജയന് നൽകേണ്ട അഴിമതി പണവും മാസപ്പടിയുമാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് എക്സാലോജിക് എന്ന വ്യാജ സേവന കമ്പനിയുടെ പേരിൽ ഒഴുകിയെത്തിയതെന്ന് 100% വ്യക്തമായി കഴിഞ്ഞു. മകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചതോടെ വീണ വിജയനും പിണറായിക്കും ചുറ്റും ഇനി ഒഴിയാനാകാത്ത വൻ കുരുക്കാണ് മുറുകുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ തികച്ചും പരിതാപകരമായിരുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളിൽ തനിക്ക് യാതൊരുവിധ മനസ്സറിവുമില്ലെന്നാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആവർത്തിച്ചു പറഞ്ഞത്. രണ്ട് കമ്പനികളും തമ്മിൽ 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ നടത്തിയത് 2.78 കോടി രൂപയുടെ കൺസൾട്ടൻസി ഫീ ഇടപാടാണ്. എന്നാൽ എന്തുതരം സോഫ്റ്റ്വെയർ കൺസൾട്ടൻസിയാണ് നൽകിയത് എന്ന ചോദ്യത്തിന് വ്യക്തവും കൃത്യമായ ഒരു മറുപടി പോലും നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞതുമില്ല. ഇതിലും രസകരമായ കാര്യം CMRL കമ്പനി എന്തിനു വേണ്ടിയാണ് തന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് യാതൊരുവിധ പണിയും എടുക്കാതെ മാസാമാസം ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചത് എന്ന ലളിതമായ ചോദ്യത്തിന് മുന്നിൽ വീണ മറുപടിയില്ലാതെ കുഴഞ്ഞു. തന്റെ സ്വന്തം കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയതിനെ പറ്റി ചോദിക്കുമ്പോൾ അതത് കാലയളവിൽ എക്സാലോജിക്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ജീവനക്കാർക്ക് മാത്രമേ ഇക്കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്ന വിചിത്രമായ മറുപടിയാണ് ഒരു കമ്പനിയുടെ ഉടമസ്ഥയും ഡയറക്ടറുമായ വീണ ഇഡി ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. സ്വന്തം കമ്പനിയിൽ എന്ത് നടക്കുന്നുവെന്ന് ഉടമയ്ക്ക് അറിയില്ലത്രേ. തട്ടിപ്പിന്റെ വിസ്തൃതി അവിടെയും തീരുന്നില്ല. CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വീണ വിജയന് 50 ലക്ഷം രൂപയുടെ വായ്പ അനുവദിച്ചതിനെക്കുറിച്ചും ഇഡി കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒരു വശത്ത് സേവനം നൽകിയെന്ന പേരിൽ കോടികളുടെ കൺസൾട്ടൻസി ഫീ, മറുവശത്ത് സഹോദര സ്ഥാപനത്തിൽ നിന്ന് 1/2 കോടിയുടെ വായ്പ. എന്നാൽ ഈ കള്ളക്കളിയുടെ എല്ലാം മുനയൊടിക്കുന്നതായിരുന്നു 2024 ഏപ്രിൽ 24 CMRL MD ശശിധരൻ കർത്ത ഇഡിക്ക് നൽകിയ മൊഴി. എക്സാലോജിക് എന്ന കമ്പനി CMRLന് ഒരു തരത്തിലുമുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സാങ്കേതിക സേവനങ്ങളും നൽകിയിട്ടില്ല. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയുമായുള്ള അടുത്ത ബന്ധം മാത്രമാണ് ഈ ഒരു പണം കൈമാറാനുള്ള കാരണം. പണം നൽകിയത് കൺസൾട്ടൻസി ഫീ ആയിട്ടല്ല, മറിച്ച് നൽകിയ സഹായവും പ്രതിഫലവുമാണ്. ഈ ഒരു മൊഴി പുറത്തു വന്നതോടെ സേവനം നൽകിയതിന് ലഭിച്ച ന്യായമായ പ്രതിഫലം എന്ന CPM സംസ്ഥാന നേതൃത്വത്തിന്റെയും മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും പഴയ ന്യായീകരണങ്ങളെല്ലാം തള്ളിപ്പോയി. കർത്തയുടെ ഈ നിർണായക മൊഴിയും ഡിജിറ്റൽ തെളിവുകളുടെയും പശ്ചാത്തലത്തിൽ വീണ വിജയനെതിരെ അതീവ ഗുരുതരമായ നടപടികളിലേക്കാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായി ഇഡി കടന്നിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയന്റെയും എക്സാലോജിക് കമ്പനിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനകം തന്നെ മരവിപ്പിച്ചു കഴിഞ്ഞു. സാമ്പത്തിക ക്രമക്കേടും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നുവെന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അക്കൗണ്ടുകൾ കണ്ടുകിട്ടുന്നതിലേക്ക് ഇഡി എത്തുന്നത്. ശശിധരൻ കർത്ത നൽകിയ മൊഴിയുടെ പകർപ്പും അക്കൗണ്ട് വിവരങ്ങളും മുൻനിർത്തി വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാൻ ഇഡി തയ്യാറെടുക്കുകയാണ്. നിലവിൽ എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ച് പൂട്ടിപ്പോയ അവസ്ഥയിലാണ്. കമ്പനി പൂട്ടിയെങ്കിലും ചെയ്ത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൽ നിന്നും വീണയ്ക്ക് അത്ര എളുപ്പത്തിൽ ഊരിപ്പോരാനായി കഴിയില്ല. മകളുടെ പേരിൽ വന്ന ഈ ബ്ലാക്ക് മാർക്ക് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തന്നെയാണ്. ഒരു കമ്പനിയും ചുമ്മാതങ്ങ് കോടികൾ ആർക്കും കൊടുക്കില്ല. കരിമണൽ ഖനനത്തിനും വ്യവസായ തടസ്സങ്ങൾ ഒഴിവാക്കാനും മുൻ സർക്കാരിൽ നിന്നും മുൻ മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിച്ച വഴിവിട്ട സഹായങ്ങൾക്കുള്ള പടിയളക്കൽ തുകയാണ് മകൾ വഴി കൈപ്പറ്റിയത് എന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് കർത്തയുടെ മൊഴി. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ കരാറാണെന്ന് പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും മറ്റു നേതാക്കളും ഇന്നുവരെ വാർത്താ സമ്മേളനങ്ങളിൽ ന്യായീകരിക്കുകയായിരുന്നു. എന്നാൽ കരാറുമില്ല, സേവനവുമില്ല, പിണറായിയോടുള്ള ബന്ധം കൊണ്ട് കൊടുത്തതാണെന്ന് കമ്പനി മുതലാളി തന്നെ വിളിച്ചു പറഞ്ഞതോടെ CPM ആകെ കുരുക്കിലായി. അധികാര ദുർവിനിയോഗത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ഒരു കേസ് മാറിക്കഴിഞ്ഞു.
ഭരണാധികാരിയുടെ മകൾ എന്ന സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് യാതൊരു ജോലിയും ചെയ്യാതെ കോടികൾ കൈപ്പറ്റിയത്. ക്രിമിനൽ ഗൂഢാലോചനയും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യവുമാണിത്. സത്യം എത്ര കാലം മൂടിവെക്കാൻ ശ്രമിച്ചാലും അതൊരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. CMRL MD ശശിധരൻ കർത്തിയുടെ ഈ വെളിപ്പെടുത്തലിൽ ഇത്രയും കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയവർക്കുള്ള തിരിച്ചടി കൂടിയാണ്. പിണറായിക്ക് നൽകേണ്ട പണമാണ് വീണയ്ക്ക് നൽകിയത് എന്ന യാഥാർത്ഥ്യം ഇതോടെ ഏതാണ്ട് ഉറപ്പായി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുകയും വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ വീണ വിജയന്റെയും പിണറായി വിജയന്റെയും ഭാവി കടുത്ത പ്രതിസന്ധിയിലാണ്. അഴിമതിക്കും വഴിവിട്ട സമ്പാദ്യത്തിനുമെതിരെ സംസാരിക്കുന്നവർ സ്വന്തം വീട്ടിൽ നടന്ന ഈ കോടികളുടെ ഇടപാടിന് മറുപടി പറഞ്ഞേ തീരൂ. വരും ദിവസങ്ങളിൽ EDയുടെ ചോദ്യം ചെയ്യലും അറസ്റ്റ് നടപടികളും കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെ തരത്തിലുള്ള പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.